ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കൊണ്ടും കൊടുത്തും അവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നേറുകയാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ബീഹാറിൽ ചൂടുപിടിച്ച വിവാദങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ്. ബീഹാറിൽ ആര് വിജയിച്ചു കയറുമെന്ന ചോദ്യം രാജ്യം മുഴുവൻ ചോദിക്കുന്നു. എൻ.ഡി.എ വിജയം നേടുമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അവിടെ ഇന്ത്യാ സഖ്യവും മഹാസഖ്യവും വലിയ വിജയം നേടുമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അതുമാത്രമല്ല, തേജസ്വി യാദവ് തന്നെ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. താൻ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. എന്നാൽ ബീഹാർ എക്കാലവും സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയ കൂറുമാറ്റങ്ങളുടെ ഒരു സംസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മോദിക്കും ഒരുപോലെ രാഹുൽ ഗാന്ധിക്കും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനിടയിൽ നരേന്ദ്രമോദി ഇപ്പോൾ ബീഹാറിൽ വന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ചിരിക്കുകയാണ്. പൊതുവെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന സ്വഭാവക്കാരനല്ല. കാരണം അങ്ങനെ വിമർശിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കുമോ എന്ന് മോദി പലപ്പോഴും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഒരുപോലെ വിമർശിക്കുകയാണ് മോദി. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണ് എന്നും അതിലൊരു ദില്ലിവാല രാജകുമാരൻ പൂജയുമായി ബന്ധപ്പെട്ട ദേവിയെ വരെ അപമാനിക്കുകയാണ് എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മോദി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. അത് മാത്രമല്ല, മോദി പറയുന്നു ബീഹാറിലെ സ്ത്രീകൾ രംഗത്തിറങ്ങും എന്നാണ് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെയും തേജസ്വി യാദവിനെതിരെയും ബീഹാറിലെ സ്ത്രീകൾ പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം വ്യാജ ഡിഗ്രിക്കാരനാണ് നരേന്ദ്രമോദി എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത്. അതിനാൽ പുരാതന ആഗോള സർവകലാശാലയായിരുന്ന നളന്ദയുടെ വില പോലും നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടില്ല എന്ന് രാഹുൽ തിരിച്ചടിക്കുന്ന സ്ഥിതിയുമുണ്ടായി. എന്തായാലും ബീഹാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെയും വിജയിച്ചു കയറണം എൻ.ഡി.എക്ക്. അവിടെ അധികാരം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ച് മഹാസഖ്യത്തിനും അത് മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതിനിടയിലാണ് ഇപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ബീഹാറിൽ കിട്ടുന്ന സ്വീകാര്യതയാണോ മോദിയെ ഭയപ്പെടുത്തുന്നത് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. കാരണം അവിടെ രാഹുലിനും തേജസ്വി യാദവിനും വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട്. തേജസ്വി അധികാരത്തിൽ എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കോൺഗ്രസും മഹാസഖ്യവും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വീകാര്യത മോദിയെ ഭയപ്പെടുത്തുകയാണോ? അതുകൊണ്ടാണോ മോദി ഇപ്പോൾ രാഹുലിനെയും തേജസ്വിനെയും കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുകയാണ്.